യോഗിനിയമ്മ ഞങ്ങൾക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിരിക്കുകയാണ്. ഇത് വിട്ട് പുറത്തിറങ്ങിയാൽ ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ യോഗിനിയമ്മ? ഒരുപാട് കഴിവുകളുള്ള ആളാ. ദേവിയെ പോലെ തന്നെയാ യോഗിനിയമ്മ. യോഗിനിയമ്മയ്ക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല ഈ ലോകത്ത്. ഇത്രയും അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പിന്നെ എന്തു പറയാനാ മക്കളെ? നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് എന്റെ കുടിലിൽ പോകാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം കൂട്ടിരുന്നേനെ. മുത്തശ്ശൻ പോയിക്കോളൂ. മുത്തശ്ശന്റെ വീട്ടിലുള്ളവർ മുത്തശ്ശനെ കാണാതെ പേടിച്ചിരിക്കുകയായിരിക്കില്ലേ? അപ്പോ വേഗം പോയിക്കോളൂ. നല്ല കുട്ടികള്. എന്നാ മുത്തശ്ശൻ പോട്ടെ. വേദക്കുട്ടി, മുത്തശ്ശൻ സുഖമില്ല. നമ്മൾ എന്താ ചെയ്യുക കുഞ്ഞ്? നമ്മളോട് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങരുതെന്നല്ലേ യോഗിനിയമ്മ പറഞ്ഞിട്ടുള്ളത്? വേദക്കുട്ടി, മുത്തശ്ശന് തീരെ വയ്യ. യോഗിനിയമ്മയെ ക്ഷമിക്കണേ. ഈ മുത്തശ്ശനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. മുത്തശ്ശ, 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 എന്താ പറ്റിയത് മുത്തശ്ശ? മുത്തശ്ശ, മുത്തശ്ശ, പതുക്കെ, പതുക്കെ. മുത്തശ്ശ, വീട് മുത്തശ്ശ. തമ്പുരാൻ, അസഹ്യമായ ശബ്ദം ചെവിയിൽ തുളച്ചു കയറുന്നു. ഒരു ചിലമ്പൊലിയുടെ ശബ്ദം പോലെ. എന്താ സുധാംശു ഈ പറയുന്നത്? നാം ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ചെവിയിൽ തുളഞ്ഞു കയറുന്നുണ്ട്. ചിലമ്പിന്റെ ശബ്ദം തന്നെയാണ്. തമ്പുരാൻ, തമ്പുരാൻ, ഇതെന്തോ ദുസൂചനയാണ്. അങ്ങ് അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഏയ്, ഭടന്മാരെത്തിയില്ലല്ലോ. നാം ഒറ്റയ്ക്ക് അവളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ശബ്ദം നിലച്ചല്ലോ. ഇനി ഭടന്മാരെത്തിക്കോട്ടെ. തമ്പുരാൻ, ഇത് ഞങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് തോന്നുന്നു. അവള് ബന്ധനത്തിൽ കിടക്കുമ്പോ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കൂടി കഴിയില്ല. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോകും. ചെവി പൊട്ടി ഞങ്ങൾ ചത്തുപോകും തമ്പുരാൻ. തമ്പുരാൻ, ഇനിയും ശബ്ദം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകണം. അവളെ കൊല്ലാൻ നിങ്ങൾക്ക് തിടുക്കമായി അല്ലേ? പോയി കൊണ്ടുവാ. ശരി തമ്പുരാൻ, വാ. അവിടെ നിൽക്ക് തമ്പുരാൻ. തമ്പുരാനെ, എന്നെ ഒന്നും ചെയ്യില്ല തമ്പുരാനെ. എന്റെ മോൾക്ക് ഞാനല്ലാതെ ആരുമില്ല. ഞങ്ങൾ ഈ ദേശമംഗലത്തിൽ നിന്ന് പൊയ്ക്കോളാം. ഇനി ഒരിക്കലും ദേശമംഗലത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല. ദേശമംഗലത്ത് നിന്നല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ നിന്നെ പറഞ്ഞയക്കാനാണ് നാം വന്നത്. അനുസരണക്കേട് കാണിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൂടെ വിളിച്ചോണ്ട് വരാൻ നാം ഭടന്മാരെ അയക്കും. എന്താ, അമ്മയുടെ മുമ്പിൽ കിടന്ന് അവളും മരിക്കണോ? വേണോ? വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ വന്നോളാം. ഇതിനുള്ള സമ്മാനം രണ്ടുപേർക്കും നാം തരുന്നുണ്ട്. ശരി തമ്പുരാൻ, വരൂ.
ഹോ, ഇതോടെ എല്ലാം കഴിഞ്ഞാ മതിയായിരുന്നു. എവിടെ നിന്നായിരുന്നു ആ ശബ്ദം? നമ്മൾ മാത്രം കേട്ട ശബ്ദം? അറിയില്ല. മല്ലിക്ക് എന്തോ ശക്തിയുണ്ട്, അതാ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടത്. നിങ്ങൾ വരൂ, നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം. ചെയ്ത തെറ്റിന് മാപ്പിരക്കാം.